എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. അത് സെപ്റ്റംബർ അവസാനത്തിലെ ഒരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് തണുപ്പ് കണ്ടു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മാതാപിതാക്കൾ ചില കുടുംബ സുഹൃത്തുക്കൾക്കൊപ്പം അത്താഴം കഴിക്കാൻ പുറത്തുപോയിട്ടുണ്ടായിരുന്നു. വരാൻ വൈകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ തനിച്ചായിരുന്നു. ഞാൻ എന്റെ അയൽക്കാരനും അടുത്ത സുഹൃത്തുമായ ക്രിസിനെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അവൻ എന്റെ അതേ പ്രായക്കാരനായിരുന്നു. തെരുവിനെതിർവശത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ സാധാരണയായി എന്റെ ബേസ്മെന്റിൽ ഇരുന്ന് ഗെയിമുകൾ കളിക്കുകയോ സിനിമകൾ കാണുകയോ ചെയ്യാറാണ് പതിവ്. എന്നാൽ അന്ന് രാത്രി ഞങ്ങൾക്ക് മടുപ്പു തോന്നി. ഒരു ഘട്ടത്തിൽ അവൻ ഒളിച്ചുകളി കളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യം അതൊരു വിഡ്ഢിത്തമായി തോന്നിയെങ്കിലും ഞങ്ങൾ മുമ്പ് ഒരു കൂട്ടം ആളുകളോടൊപ്പം അത് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു. വീട് ചെറുതായിരുന്നു, പക്ഷേ ഒളിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഇരുട്ടിൽ. കൂടുതൽ പേടിപ്പെടുത്തുന്നതാക്കാൻ ഞങ്ങൾ മിക്ക ലൈറ്റുകളും അണച്ചു. അടുക്കളയിലെ ലൈറ്റ് മാത്രമാണ് ഓണായിരുന്നത്. നിയമങ്ങൾ ലളിതമായിരുന്നു. പുറത്തുപോകാൻ പാടില്ല. മുകളിലത്തെ തട്ടിലോ അല്ലെങ്കിൽ ഇടുങ്ങിയ ഇടങ്ങളിലോ പോകാൻ പാടില്ല. ബേസ്മെന്റ്, കിടപ്പുമുറികൾ, അലമാരകൾ, ഫർണിച്ചറുകളുടെ അടിഭാഗം എന്നിവയെല്ലാം കളിക്കാനുള്ള പരിധിയിൽ വരും. ക്രിസിനാണ് ആദ്യം ഒളിക്കേണ്ടിയിരുന്നത്. അതിയാൽ ഞാൻ ലിവിംഗ് റൂമിൽ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് 50 വരെ എണ്ണി. ആദ്യം അവൻ ഓടുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നീട് നിശ്ശബ്ദതയായി. ഞാൻ എണ്ണൽ പൂർത്തിയാക്കി. ഞാൻ വരികയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ അടുക്കളയിൽ നിന്നാണ് തിരച്ചിൽ തുടങ്ങിയത്, കാരണം അത് തൊട്ടടുത്തായിരുന്നു. പക്ഷെ അവിടെ ഒളിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബേസ്മെന്റ് വാതിലിനു പിന്നിലും പിന്നീട് ഹാളിലും പരിശോധിച്ചു. ഞാൻ ബാത്റൂമിൽ നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. മുൻവാതിലിനടുത്തുള്ള അലമാര ഞാൻ തുറന്നു നോക്കി. ഒന്നുമില്ല. ഞാൻ മുകളിലേക്ക് പോയി. തറ എനിക്ക് താഴെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ ശബ്ദവും എന്നെ ഭയപ്പെടുത്തി. ഞാൻ ആദ്യം എന്റെ മാതാപിതാക്കളുടെ കിടപ്പമുറിയാണ് പരിശോധിച്ചത്. കട്ടിലിനടിയിലും ഡ്രസ്സറിനു പിന്നിലും നോക്കി. ആരുമില്ല. ഞാൻ ഹാളിലൂടെ എന്റെ മുറിയിലേക്ക് പോയി. അത് അലങ്കോലമായി കിടക്കുകയായിരുന്നു. എങ്കിലും ക്രിസിന് നന്നായി ഒളിക്കാൻ മാത്രമുള്ള സ്ഥലമില്ലായിരുന്നു. എങ്കിലും ഞാൻ അലമാരയും മേശയ്ക്കടിയും പരിശോധിച്ചു. ഒന്നുമില്ല. അത് ഹാളിന്റെ അറ്റത്തുള്ള ഗസ്റ്റ് റൂം മാത്രമാക്കി ബാക്കി നിർത്തി. ആ വാതിൽ ചെറുതായി തുറന്നുകിടക്കുകയായിരുന്നു. ഞാൻ ചാടി വീണെന്നെ പേടിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാനത് പതുക്കെ തള്ളി തുറന്നു. എന്നാൽ മുറി ഇരുണ്ടതും ശാന്തവുമായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് നടന്ന് ചുറ്റും കണ്ണോടിച്ചു. കട്ടിലിനടിയിൽ നോക്കാൻ ഞാൻ താഴേക്ക് കുനിഞ്ഞു. ഒന്നുമില്ല. ഞാൻ അലമാരയുടെ വാതിൽ തുറന്നു. അവിടെയും ആരുമില്ല. ആ സമയത്ത് അവൻ ബേസ്മെന്റിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതിനാൽ ഞാൻ വീണ്ടും താഴേക്ക് പോയി. ഞാൻ അലക്കുയന്ത്രങ്ങൾക്ക് പിന്നിലും കോണിപ്പടകൾക്ക് താഴെയുള്ള സ്റ്റോറേജ് സ്ഥലത്തും പരിശോധിച്ചു. ഞാൻ ഏകദേശം പ്രതീക്ഷ കൈവിടാൻ തുടങ്ങിയപ്പോഴാണ് ഒടുവിൽ ചില പെട്ടികൾക്കു പിന്നിൽ അവൻ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കണ്ടത്. അവൻ ചിരിച്ചുകൊണ്ട് എനിക്ക് എത്ര സമയമെടുത്തു എന്ന് ചോദിച്ചു. വളരെ കൂടുതൽ സമയമെടുത്തു എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ സ്ഥാനം മാറി. അവൻ എണ്ണി, ഞാൻ ഒളിച്ചു. ഞാൻ മുകളിലേക്ക് പോയി ഗസ്റ്റ് റൂമിലെ കട്ടിലിനടിയിലേക്ക് നൂമുകിടന്നു. എന്നെ മറയ്ക്കാനായി കട്ടിലിന്റെ വിരി താഴേക്കു വലിച്ചിട്ടു. ഇരുട്ടിലവിടെ കിടക്കുമ്പോൾ എന്റെ ഹൃദയം പടപടാ മിടിക്കുകയായിരുന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവൻ മുകളിലേക്ക് വരുന്നത് ഞാൻ കേട്ടു. തറയിലൂടെയുള്ള അവന്റെ കാൽപ്പെരുമാറ്റം പതുക്കെയുള്ളതും ഭാരമേറിയതുമായിരുന്നു. അവൻ ആദ്യം ബാത്റൂമിന്റെ വാതിൽ തുറന്നു. പിന്നീടവൻ എന്റെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ഹാളിലൂടെ കാൽപ്പെരുമാറ്റം അടുത്തുവന്നു. അവൻ ഗസ്റ്റ് റൂമിലേക്ക് നടക്കുമ്പോൾ അവന്റെ ശ്വാസമെടുക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അവൻ കട്ടിലിനടുത്തായി നിന്നു. ഞാൻ ശ്വാസമടക്കിപ്പിടിച്ചു. അവന്റെ ഷൂസ് കാർപ്പറ്റിലുരസുന്ന ശബ്ദം കേട്ടു. പിന്നീട് നിശബ്ദത, ഒരു നീണ്ട നിശബ്ദത. അവനത് കണ്ടുപിടിച്ചുവെന്നും കട്ടിലിന്റെ വിരി മുകളിലേക്ക് വലിച്ചുയർത്താൻ പോകുകയാണെന്നുമാണ് ഞാൻ കരുതിയത്. എന്നാൽ അതിനു പകരം അവൻ പുറത്തേക്ക് നടന്നുപോയി. ഞാൻ ജയിച്ചുവെന്നവൻ വിളിച്ചു പറയുന്നത് കേൾക്കാൻ ഞാൻ കുറച്ചു മിനിറ്റുകൾ കൂടി അവിടെ കിടന്നു. പക്ഷേ വീട് പ്രകൃതിവിരുദ്ധമാം വിധം ശാന്തമായിരുന്നു. ഒടുവിൽ ഞാൻ പുറത്തേക്കിഴഞ്ഞു വന്നു. അവൻ സോഫയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ താഴേക്ക് പോയി.
പക്ഷേ അവനവിടെ ഇല്ലായിരുന്നു. കളി കഴിഞ്ഞുവെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ താഴെയുണ്ടെന്ന് ബേസ്മെന്റിൽ നിന്ന് ഒരു ശബ്ദം വന്നു. അവൻ എന്നെ കളിയാക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ബേസ്മെന്റിന്റെ വാതിലിനടുത്തേക്ക് നടന്ന് അത് തുറന്ന് കോണിപ്പടികളിലൂടെ താഴേക്ക് വിളിച്ചു ചോദിച്ചു. അവൻ ഇപ്പോഴും എന്നെ തിരയുകയാണെന്ന് അവൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു. ഞാൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. അതെന്റെ വയറ്റിൽ ഒരു പിടച്ചിലുണ്ടാക്കി. ഞാനിപ്പോൾ പുറത്തിറങ്ങി അടുക്കളയിൽ നിൽക്കുകയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഒരു നിമിഷത്തിനു ശേഷം അവൻ കോണിപ്പടികൾ കയറി വരുന്നത് ഞാൻ കേട്ടു. അവൻ വെളിച്ചത്തിലേക്ക് വന്ന് ആശയക്കുഴപ്പത്തോടെ നോക്കി. ഞാൻ എങ്ങനെ ഇത്ര വേഗം മുകളിലെത്തിയെന്ന് അവൻ ചോദിച്ചു. ഞാൻ മുഴുവൻ സമയവും ഗസ്റ്റ് ബെഡിനടിയിലായിരുന്നുവെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ആ മുറി പരിശോധിച്ചതാണെന്ന് ഉറപ്പാണ്. ഉള്ളിലാരോ അനങ്ങുന്ന ശബ്ദം അവൻ കേട്ടിരുന്നു. ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടുവെന്ന് അവൻ കരുതി. ഞാൻ ഒട്ടും അനങ്ങാതെ കിടക്കുകയായിരുന്നുവെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് തർക്കിച്ചു, പക്ഷേ പിന്നീട് ഞങ്ങളത് വിട്ടുകളഞ്ഞു. ഞങ്ങൾ മറ്റൊരു റൗണ്ട് കൂടി കളിച്ചു, പക്ഷേ ആ സമയം മുഴുവൻ എനിക്കെന്തോ അസ്വസ്ഥത അനുഭവിച്ചിരുന്നു. വീട്ടിലെ ഓരോ തറയുടെ ശബ്ദവും എന്നെ ഞെട്ടിച്ചു. ഒരു ഘട്ടത്തിൽ ഞാൻ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ മുകളിൽ എന്തോ വീഴുന്നതുപോലെയുള്ളൊരു ചെറിയ ശബ്ദം കേട്ടതായി എനിക്ക് തോന്നി. പക്ഷേ ഞാൻ തിരഞ്ഞപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അലക്കുമുറിയിലാണ് ഞാൻ ക്രിസിനെ കണ്ടെത്തിയത്. ഞങ്ങൾ രണ്ടുപേർക്കും മടുപ്പ് തോന്നുന്നതുവരെ കളി തുടർന്നു. പിന്നീട് ഞങ്ങൾ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് TV വീണ്ടും ഓൺ ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും തരിച്ചുപോയത്. മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ഭാരമേറിയ എന്തോ ഒന്ന് താഴെ വീഴുന്നതുപോലെ. അതെന്റെ മാതാപിതാക്കളാണോ എന്ന് പ്രസ് ചോദിച്ചു. അവർ ഇപ്പോഴും പുറത്താണെന്ന് ഞാൻ അവനെ ഓർമ്മിപ്പിച്ചു. എന്റെ കൈകളിലെ രോമങ്ങൾ എഴുന്നി നിന്നു. ഞങ്ങളവിടെ കാത്തുനിന്നു. പക്ഷേ വീട് വീണ്ടും നിശബ്ദമായി. ഒരുപക്ഷേ ഷെൽഫിൽ നിന്നെന്തെങ്കിലും വഴുതി വീണതാകാമെന്ന് ക്രിസ് പറഞ്ഞു. അത് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഞങ്ങളത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് വ്യക്തമായി കേട്ടു. തറപ്പലകകളുടെ പതുക്കെയുള്ളൊരു ശബ്ദം. മുകളിൽ ഹാളിലൂടെ ആരോ നടന്നുപോകുന്ന ശബ്ദം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി. ഞങ്ങൾ രണ്ടുപേരും അനങ്ങിയില്ല. നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്ന് ഞാൻ പതുക്കെ ചോദിച്ചു. ഒരു കാരണവശാലും ഇല്ലെന്ന് ക്രിസ് തലകുലുക്കി പറഞ്ഞു. പക്ഷേ ആരോ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ പുറകിൽ നിൽക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. സോഫയുടെ വശത്തുനിന്ന് തീപ്പൊരി മാറ്റാൻ ഉപയോഗിക്കുന്ന കമ്പി, ഫയർപ്ലേസ് പോക്കർ കയ്യിലെടുത്തു. ഞങ്ങൾ കോണിപ്പടികളിലേക്ക് നടന്ന് പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. വീട് വളരെ ശാന്തമായിരുന്നു. എനിക്ക് എന്റെ സ്വന്തം ശ്വാസത്തിന്റെ ശബ്ദം പോലും കേൾക്കാമായിരുന്നു. ഞങ്ങളുടെ ഭാരത്താൽ പടവുകൾ ശബ്ദമുണ്ടാക്കി. ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഞാൻ ഗസ്റ്റ് റൂമിന് നേരെ വിരൽ ചൂണ്ടി. ആ വാതിൽ ഇപ്പോൾ അടച്ചിരിക്കുകയായിരുന്നു. ഞാനത് ചെറുതായി തുറന്നിട്ടാണ് പോയതെന്ന് എനിക്കുറപ്പായിരുന്നു. ഞങ്ങളവിടെ തരിച്ചു നിന്നു. പിന്നീട് ആ വാതിലിനു പിന്നിൽ നിന്ന് ഒരു ശബ്ദം വന്നു. കാർപ്പറ്റിലൂടെ തുണി വഴുതി നീങ്ങുന്നതുപോലെയുള്ള പതുക്കെയുള്ള ഒരു ശബ്ദം. നമുക്ക് പോകാം എന്ന് ക്രിസ് പതുക്കെ പറഞ്ഞു. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജിജ്ഞാസയും ഭയവും എന്നെ അവിടെ തന്നെ നിർത്തി. ഞാൻ കമ്പി ഉയർത്തിപ്പിടിച്ച് വാതിൽ പിടിയിലേക്ക് കൈനീട്ടി. എന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ കഥയ്ക്ക് ഒരു നാടകീയത കൂട്ടാൻ വേണ്ടി മാത്രം പറയുകയല്ല ഞാൻ. ഞാൻ വാതിൽ വേഗത്തിൽ തള്ളിത്തുറന്നു. മുറി ഇരുട്ടായിരുന്നു. പക്ഷേ കട്ടിലിന്റെയും ഡ്രസ്സറിന്റെയും രൂപരേഖകൾ കാണാമായിരുന്നു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അലമാരയുടെ വാതിൽ പകുതി തുറന്നുകിടക്കുകയായിരുന്നു. ക്രിസ് വാതിലിൽ തന്നെ നിന്നപ്പോൾ ഞാൻ അടുത്തേക്ക് നീങ്ങി. ഞാൻ അലമാരയുടെ വാതിൽ വേഗത്തിൽ തുറന്നു. ഉള്ളിൽ കോട്ടുകളും പെട്ടികളുമല്ലാതെ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. അതെല്ലാം ഞങ്ങളുടെ തോന്നലാണെന്ന് വരുത്തി തീർത്ത് ഞങ്ങൾ രണ്ടുപേരും വിറയലോടെ ചിരിച്ചു. എന്നാൽ ഞങ്ങൾ പോകാനായി തിരിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു ശബ്ദം കേട്ടു. ഇത്തവണ അത് മുകളിലായിരുന്നില്ല, താഴെയായിരുന്നു. മുൻവാതിലിൽ തുറന്ന് അടയ്ക്കുന്ന ശബ്ദം. ഞങ്ങൾ വീണ്ടും തരിച്ചുപോയി.
വീട്ടിലാരോ ഉണ്ടെന്ന് ക്രിസ് പതുക്കെ പറഞ്ഞു. എന്റെ വയറ്റിൽ നിന്ന് എന്തോ ഒലിച്ചിറങ്ങുന്നതുപോലെ തോന്നി. ഞങ്ങൾ ഹാളിലൂടെ ഓടി ലൈറ്റുകൾ അണച്ച് എന്റെ മുറിയിൽ ഒളിച്ചിരുന്നു. ഞാൻ ആ കമ്പി മുറുകെ പിടിച്ചു. ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ആദ്യം ഒന്നുമുണ്ടായിരുന്നില്ല. പിന്നീട് 1-ാം നിലയിൽ നേർത്ത കാൽപെരുമാറ്റങ്ങൾ കേട്ടു. എനിക്ക് പോലീസിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഫോൺ ഞങ്ങളിരുന്നിരുന്ന സോഫയിലായിരുന്നു. ജനലിലൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാം എന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. പക്ഷേ അത് വളരെ ചെറുതായിരുന്നു. പുറത്തു കടക്കാനുള്ള ഏക വഴി ഹാളിലൂടെ കോണിപ്പടികൾ താണ്ടിപ്പോകുക എന്നതായിരുന്നു. കാൽപെരുമാറ്റങ്ങൾ അടുത്തേക്ക് വന്നു. ബേസ്മെന്റിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പിന്നീട് ഓരോ പടികളായി താഴേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അതാരായാലും ബേസ്മെന്റിലേക്ക് പോയതായിരുന്നു. അതിനാൽ ഞങ്ങൾ ആ സമയം ഓടാനായി ഉപയോഗിച്ചു. ഞങ്ങൾ കോണിപ്പടികൾ വേഗത്തിലിറങ്ങി അടുക്കളയിലൂടെ പുറകിലെ വാതിലിലൂടെ മുറ്റത്തേക്കോടി. തെരുവിനെതിരുവശത്തുള്ള ക്രിസിന്റെ വീട്ടിലെത്തുന്നതുവരെ ഞങ്ങൾ നിർത്തിയില്ല. അവന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ സംഭവിച്ചത് പറഞ്ഞപ്പോൾ അവർ പോലീസിനെ വിളിച്ചു. ഓഫീസർമാർ എന്റെ വീട് മുകളിൽ നിന്ന് താഴെ വരെ പരിശോധിച്ചു. അവർക്കൊന്നും കണ്ടെത്താനായില്ല. ബലപ്രയോഗത്തിലൂടെ ഉള്ളിൽ കയറിയതിന്റെ ലക്ഷണങ്ങളോ ബേസ്മെന്റിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നതോ കണ്ടില്ല. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീടിന്റെ സ്വാഭാവിക ശബ്ദങ്ങളോ ഞങ്ങളുടെ ഭാവനയോ ആയിരിക്കാം ഇതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എന്താണ് കേട്ടതെന്ന് ക്രിസിനും എനിക്കും നന്നായി അറിയാമായിരുന്നു. ആരോ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതിനുശേഷമുള്ള ആഴ്ചകളിൽ എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ ചെറിയ ശബ്ദവും ഹാളിൽ ആരോ ഉണ്ടെന്നെന്നെ തോന്നിപ്പിച്ചു. അതായിരുന്നു ഞാൻ അവസാനമായി ഒളിച്ചുകളി കളിച്ചത്. ഞങ്ങൾ അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞിരുന്നു. ക്രിസും ഞാനും അതിനെക്കുറിച്ച് പിന്നീടധികം സംസാരിച്ചില്ല. എങ്കിലും ഞങ്ങൾ പരസ്പരം നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ രാത്രി ഓർക്കുകയാണെന്ന് എനിക്കു മനസ്സിലാകും. ഒളിച്ചുകളി മറ്റൊന്നായി മാറിയ ആ രാത്രി. വർഷങ്ങൾക്കു ശേഷവും അലമാരയുടെ വാതിലിന്റെ ശബ്ദത്തെക്കുറിച്ചും കാർപ്പറ്റിലെ ആ ശബ്ദത്തെക്കുറിച്ചും 1-ാം നിലയിലെ കാൽപെരുമാറ്റങ്ങളെക്കുറിച്ചും ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. അതാരായിരുന്നുവെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല. ഒരുപക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ടെന്നു മനസ്സിലാക്കിയൊരു കള്ളനായിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഓടിയപ്പോൾ പുറത്തേക്കു കടന്നാരെങ്കിലുമായിരിക്കാം. എനിക്കറിയാവുന്ന ഒരേയൊരു കാര്യം, അന്നു രാത്രി ഒളിച്ചുകളി കളിച്ചത് സ്വന്തം വീട്ടിൽ നിങ്ങൾ തനിച്ചല്ലെന്നു മനസ്സിലാക്കുന്നത് എത്രമാത്രം ഭയപ്പെടുത്തുന്നതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാണ്.